ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ സീൻ കാണിക്കുന്നത് ശാരദാമ്മയും ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജീപ്പിലേക്ക് കയറ്റാനായിട്ട് പോകുമ്പോൾ ശാരികയാണെങ്കിൽ ഒരു വത്തി സമ്മതിക്കുന്നില്ല. ഹമീദിൻ്റെ കാല് പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ്, അവരെ കൊണ്ടുപോകല്ലേ, എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ അച്ഛ അമ്മ എന്നും പറഞ്ഞിട്ട് ആകെ ബഹളം വയ്ക്കുകയാണ്. അന്നേരം ലേഡീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ശാരികയെ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ശാരിക ഇങ്ങനെ തടുത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം അവളെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് അവരെ ജീപ്പിലോട്ട് പിടിച്ച് കയറ്റുന്നിങ്ങനെ ഹമീദ് പറയുകയാണ്. ഈ സമയത്ത് ശാരികയ്ക്ക് ഒരു രക്ഷയില്ലാന്ന് മനസ്സിലാകുമ്പോൾ ഇതിൽ ഭേദം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ശാരിക ഇങ്ങനെ അകത്തേക്ക് കയറി ഓടുകയാണ്. പിന്നാലെ ആ കൈവലങ്ങോടുകൂടി ഗോപാലകൃഷ്ണനും ശാരദാമ്മയും കയറുന്നുണ്ട്. പക്ഷേ ശാരിക അകത്തേക്ക് കയറി കതവടച്ചിട്ട് ഷാളിൽ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം അങ്ങനെ നടത്തുകയാണ്. അന്നേരം ഇവരിങ്ങനെ വാതിൽ തട്ടുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. അന്നേരം ശാരദാമ്മ പോലീസുകാരോട് പറയുന്നുണ്ട്, സുഖമില്ലാത്ത കുട്ടിയാണ്, അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഹമീദാണെങ്കിൽ ചവിട്ടി തുറക്കണമെന്ന് ഇങ്ങനെ പോലീസുകാരോട് പറയുകയാണ്. തുടർന്ന് പോലീസുകാരിങ്ങനെ വാതിൽ ചവിട്ടി തുടങ്ങുമ്പോൾ പിന്നെ ശാരികയാണെങ്കിൽ ഷാളിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ശാരിക ജീവിതം അവസാനിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ് ശാരദാമ്മയും ഗോപാലകൃഷ്ണനും കൂടി ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഇത് ശാരദാമ്മയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ സ്വപ്നത്തിന് ഞെട്ടി ഉണർന്ന് ആകെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. ആ സീനാണ് കാണിക്കുന്നത്, അല്ലാതെ അവർ പിടിക്കപ്പെട്ട സീനല്ല കാണിക്കുന്നത്. അന്നേരം ഈ ബഹളം കേട്ടുകൊണ്ട് ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്, എന്താന്നും പറഞ്ഞു. അന്നേരം ശാരദാമ്മ വെള്ളമൊക്കെ വെച്ച് കുടിക്കുന്നുണ്ട്. ഞാനൊരു ദുസ്വപ്നം കണ്ടതാണ് എന്ന് പറയുകയാണ്. അന്നേരം ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കിടക്കാൻ നോക്ക്, ഓരോന്നാലോചിച്ച് കൂട്ടാതെ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വിളിക്കുന്ന ദൈവങ്ങളുടെ കണക്കെടുത്താൽ ഗോപാലേട്ടൻ പോലും ഞെട്ടിപ്പോവും, ഇത്രയും ദൈവങ്ങളുണ്ടോ എന്നും പറഞ്ഞ് പറയുകയാണ്. ഞാൻ മനസ്സമാനായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ, ആ വേലായുധം ചതിക്കും എന്ന് പറയുകയാണ്. അന്നേരം അവനെ പൂട്ടാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ആരും ഒന്നും അറിയാനായിട്ട് പോകുന്നില്ല, അവനെയുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്, നീ പ്രാർത്ഥിച്ച് കിടന്നുറക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഉമ്മറത്തേക്ക് വന്നിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. തിരികെ എണീച്ച് വരുമ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം എന്താ ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം വേലായുധൻ്റെ കാര്യം നിന്നോട് പറയണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിൻ്റെ സ്വസ്ഥതയും കൂടി പോയതെന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ അയാളത് പറയുമായിരുന്നു, അയാൾ ചതിക്കും, പണത്തിന് വേണ്ടിയിട്ട് അയാൾ പറയുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാനവനെ അങ്ങോട്ട് ഇല്ലാതാകും, ഇവിടെ ഒരു കൊല ചെയ്താലും 2 കൊല ചെയ്താലും ശിക്ഷ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് വീണ്ടും ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമയാണെങ്കിൽ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം ഭാമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ചെയിനാണെന്ന് തോന്നുന്നു. അതിനെ എടുത്ത് നോക്കുമ്പോൾ രാഘവൻ നായർ വരുന്നുണ്ട്. അന്നേരം എന്താ ഭാമയും ചോദിക്കുമ്പോൾ, ഞാനിത് ശാലിനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ശാലിനിക്ക് നമ്മളോടൊപ്പം ഗുരുവായൂർ വരാനായിട്ട് സാധിച്ചില്ലല്ലോ, വന്നിരുന്നെങ്കിൽ കണ്ണൻ്റെ മുമ്പിൽ വെച്ച് ഞാനിതുപോലെ അണിയിച്ചേണേന്ന് പറയുകയാണ്. അന്നേരം അതിനെന്താ, ഇവിടെയും കൃഷ്ണനുണ്ടല്ലോ, എല്ലായിടത്തും ഭഗവാനുണ്ട്, ഇവിടെ ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് അണിയിച്ചാലും മതി എന്ന് പറയുമ്പോൾ അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മതി, ഇതെല്ലാം ഓരോ സങ്കല്പമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എങ്കിൽ അങ്ങനെയാവട്ടെ, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഭഗവാനെ സാക്ഷിയാക്കി അണിയിക്കാം എന്ന് പറഞ്ഞ് ഒരു സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതേസമയം താഴെ നിന്നുകൊണ്ട് വിഷ്ണു അച്ഛ അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അന്നേരം എന്താ വേളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് രാഘവൻ നായർ വരുന്നുണ്ട്. അന്നേരം ഒരു കുട്ടിയെയും കൊണ്ട് ഒരു അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവരുടെ നേരത്തെ ഉള്ള ഒരു ബന്ധുക്കാരാണ് വന്നിരിക്കുന്നത്. അന്നേരം അച്ഛനെ മനസ്സിലായോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, ഞാൻ കേളംപറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ മകളാണ് എന്നിങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം ഭാമയൊക്കെ സഹായിച്ചാണ് ഈ കുട്ടിയുടെ അമ്മ പഠിച്ച് ഡോക്ടർ ആയതൊക്കെ. അന്നേരം ആ കാര്യങ്ങളൊക്കെ അവരങ്ങനെ പറയുന്നുണ്ട്, ഭർത്താവിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം എനിക്കങ്ങോട്ട് മനസ്സിലായില്ല, പക്ഷേ ഇവള് പഠിക്കാൻ മിടുക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഭാമ സഹായിക്കാമെന്ന് ഏറ്റത്, ഒരു ക്ലാസ്സിൽ തോറ്റാൽ പിന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ഇവള് പഠിച്ച് മിടുക്കിയെന്നൊക്കെ അവരുടെ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ വരുന്നുണ്ട്. ഭാമയ്ക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അന്നേരം എത്ര നേരമായി വന്നിട്ടെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടി ഇങ്ങോട്ട് എടുക്കുകയാണ്. അന്നേരം എന്താ മോളുടെ പേര് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇവരിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അന്നേരം ഭാമ ഒന്നുകൂടി ചോദിക്കുമ്പോൾ പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ചടങ്ങൊക്കെ കഴിഞ്ഞു, പക്ഷേ പേര് സത്യാമ്മ തന്നെ ഇടണമെന്ന് ഇവൾക്കൊരാഗ്രഹം, അങ്ങനെ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ജീവിതത്തിൽ വിജയം നേടിയതുമായ ഒരു പേര് തന്നെ ഇടാമെന്നും പറഞ്ഞ് ഭാമ കുട്ടി എടുക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, പേരിടിൽ ചടങ്ങല്ലേ, അപ്പോൾ അതിൻ്റെതായ മുറയ്ക്ക് തന്നെ നടക്കട്ടെ, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോവുകയാണ്. അന്നേരം പൊന്നു ജ്യൂസൊക്കെ കൊണ്ടുവന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ശ്യാമയാണെങ്കിൽ ആ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ വന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് വിഷ്ണു ഒരു വെറ്റിലായിട്ട് വരുന്നുണ്ട്. അത് രാഘവൻ നായർ പറയുന്നുണ്ട്, വെറ്റില ഇടത്തെ ചെവിയിൽ വെച്ചിട്ട് വലത്തെ ചെവിയിൽ 3 പ്രാവശ്യം പേര് വിളിക്കണമെന്ന് പറയുകയാണ്.
അന്നേരമാണെങ്കിൽ സത്യഭാമ പേരിങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു ചെവിയിൽ വെറ്റില മറച്ച് വെച്ചിട്ട്, ശാലിനി 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 എന്നിങ്ങനെ 3 തവണ വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആ ഗന്ധം വിട്ട് നോക്കുന്നുണ്ട്. രാഘവൻ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അന്നേരം ഇവള് പഠിച്ചൊരു IAS കാര്യമാക്കണം, അതുകൊണ്ടാണ് എൻ്റെ മരുമകളുടെ പേര് തന്നെ ഇട്ടത്. എൻ്റെ മരുമകൾ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, നാട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്കൊക്കെ വരണം, വിശേഷങ്ങളൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഇവളിന് ഞങ്ങളുടെയും കൂടി മോളാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ തിരികെ കൊടുക്കുമ്പോൾ അത് ഉറപ്പായിട്ട് സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ശാലിനി എന്ന് പേരിട്ട് വിളിക്കുകയാണ്. ശ്യാമയ്ക്ക് ഇതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമ ദേഷ്യപ്പെട്ടങ്ങ് അകത്തേക്ക് തിരിച്ചു കയറി പോകുന്നുണ്ട്. ഇതേസമയം പപ്പിയാണെങ്കിൽ പൂജാമുറിയിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് പിന്നെ മാല ഇരിക്കുന്ന ഡപ്പ ഇങ്ങനെ കാണുകയാണ്. എന്നിട്ട് എന്താണെന്ന് പറഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഹായ് നല്ല മാല എന്ന് പറഞ്ഞിട്ട് പപ്പി അതെടുത്തങ്ങ് കഴുത്തിലേക്ക് ഇടുന്നുണ്ട്. അന്നേരം എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പപ്പി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സത്യാമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ടാണെങ്കിൽ സത്യഭാമയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഭാമ ഇങ്ങനെ മാല കാണുന്നുണ്ട്. രാഘവൻ നായർ പൊന്നിയും ഒക്കെ ഉണ്ട് അവിടെ. അന്നേരമാണെങ്കിൽ ഈ മാല ഞാനിട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ മാല എന്തിനാ നീ എടുത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാണ് നീ എടുത്തത് എന്നിങ്ങനെ ഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശ്യാമ മോളിൽ നിന്ന് ആരും പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി പൂജിച്ച് വാങ്ങിച്ചതാണ്, അത് ഇവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലേ ശ്യാമ, അത് ഞൂരി വാങ്ങിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അതൊരു മാലയല്ലേ സത്യാമേ, അത് അവളിപ്പോൾ ഇട്ടാൽ എന്താ കുഴപ്പം, അതിപ്പോൾ കിട്ടാക്കനിയൊന്നും അല്ലല്ലോ, വേറെ വാങ്ങിച്ച് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി പൂജിച്ച് വാങ്ങിച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിങ്ങോട്ട് ഊര് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ആകെ ബഹളം വെക്കുന്നുണ്ട്. അന്നേരം ഊരാനായിട്ട് പോകുമ്പോൾ ഇല്ല തരില്ല എന്നും പറഞ്ഞ് ആ കുട്ടി അതിൽ കയറി പിടിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ഞാനിത് വിഷ്ണു ആണെങ്കിൽ ബഹളം കേട്ടുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശാലിനിക്ക് വേണ്ടി പൂജിച്ച് വാങ്ങിച്ച മാലയാണ്, ഇത് അവളെടുത്തിട്ടേക്കുന്നു എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. കുഞ്ഞേച്ചിക്ക് വേണ്ടി വാങ്ങിച്ച മാല എൻ്റെ കൊച്ചെടുത്തിട്ടപ്പോഴത്തെ കുഴപ്പമായിപ്പോയല്ലേ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഊരി കൊടുക്കടി എന്ന് പറയുമ്പോൾ കൊച്ചില്ല ഇല്ല എന്നും പറഞ്ഞ് അതിൽ പിടിക്കുകയാണ്. അന്നേരം ഊരടി എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും പിടിച്ച് അത് ഊരി വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈ വീട്ടിൽ പല ഭാഗത്തും പല സാധനങ്ങൾ ഇരിക്കുക, അതൊന്നും നിനക്ക് എടുക്കാനായിട്ട് പാടില്ല, നീ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ തല്ലാനായിട്ട് ഇങ്ങനെ ഓങ്ങുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ശ്യാമയെന്നും പറഞ്ഞ് ശ്യാമയുടെ കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ശ്യാമ ഒന്ന് പേടിക്കുന്നുണ്ട്. അന്നേരം എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൈ ഇടിയിക്കുകയാണ്. അന്നേരം പിന്നെ എൻ്റെ കൊച്ചിന് ഒരു സ്വാതന്ത്ര്യമില്ല ഈ വീട്ടിൽ, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, ഇതൊന്നും സഹിക്കാനായിട്ട് എനിക്ക് കഴിയില്ല, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതിയായിരുന്നു, ഇവിടുത്തെ ജീവിതം എനിക്ക് മതിയായി എന്നൊക്കെ ശ്യാമ പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. രാഘവൻ നായർ നോക്കിയിരിക്കുകയാണ്. വിഷ്ണുവിനെ എതിർത്തൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് ശ്യാമ ആകെ ദേഷ്യപ്പെട്ടങ്ങ് സത്യാമ്മയുടെ മാല ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ടീപ്പയുടെ പുറത്ത് വെച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം വിഷ്ണു അച്ഛാന്നും പറഞ്ഞ് കുട്ടിയാണെങ്കിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അന്നേരം മോള് കരയണ്ട, സാരമില്ല, വിഷ്ണു അച്ഛൻ വേറെ മാല വാങ്ങി തരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങ് എടുക്കുകയാണ്. അന്നേരം എന്താ അമ്മേ, ഇതൊരു കുഞ്ഞു മാല എടുത്തതിനാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു കുട്ടി എടുത്തുകൊണ്ട് അങ്ങനത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ പറയുന്ന വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഓരോ വിചാരം വേണം, പ്രത്യേകിച്ച് 2 മരുമക്കളുള്ളപ്പോൾ അപ്പോൾ വേർതിരിച്ച് കാണാനായിട്ട് പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമയാണെങ്കിൽ രാഘവേട്ടൻ്റെ സാരോപദേശമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാല അങ്ങോട്ട് എടുക്കുകയാണ്. ഇതെനിക്ക് അത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഭാമയും ദേഷ്യപ്പെട്ട് അതെടുത്ത് റൂമിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് ഭാമ തിരിച്ച് ആ മാല കൊണ്ടുവന്ന് ആ പൂജാമുറിയിലെ അടുപ്പയ്ക്കകത്ത് തന്നെ കൊണ്ടിട്ട് വന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരും പിള്ളയും കൂടി ഇങ്ങനെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അന്നേരം പൊന്നി ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അന്നേരം അവരാ നേരത്തെ വന്ന ആ കുഞ്ഞിന് പേരിടാമെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ പഴയതൊന്നും മറന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലേക്ക് തിരികെ വന്നാൽ പകുതി സന്തോഷം തിരികെ വരും, അത് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പിള്ള പറയുമ്പോൾ അത് ശരിയാണെന്ന് രാഘവൻ നായർ ശരി വയ്ക്കുന്നുണ്ട്. ഭാമയും ശാലിനിയും തമ്മിൽ കീരിയും പാമ്പുമില്ലായിരുന്നു, ഇപ്പോൾ അടയും ചക്കരയും പോലെ ആയില്ലേ, എന്ത് സ്നേഹത്തോടെയാണ്, അമ്മായിമ്മയും മരുമകളും പോലെയല്ല, ശരിക്കും അമ്മയും മകളും പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി കാറിൽ വരുന്നുണ്ട്. അന്നേരം ശാലിനി മോൾ എത്തിയല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി അകത്തേക്ക് കയറിയിട്ട് എന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മോളുടെ കാര്യം തന്നെയാണ്, മോൾ വന്നിട്ട് അകത്തേക്ക് കയറാമെന്ന് കരുതി. ഭാമയാണെങ്കിൽ ഗുരുവായൂരിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അന്നേരം ആർക്കാന്ന് ചോദിക്കുമ്പോൾ ആർക്കായിരിക്കും എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കോ എന്നും പറഞ്ഞിങ്ങനെ ശാലിനി നിൽക്കുകയാണ്. ഈ സമയത്ത് ഭാമയാണെങ്കിൽ ആകെ സന്തോഷത്തോടെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് കൈയോടെ കൊടുത്തു കളയല്ലേ രാഘവേട്ടാന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെന്താ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ എങ്കിൽ വാന്ന് വിളിച്ചുകൊണ്ട് ഭാമ ശാലിനിയുടെ കൈ പിടിച്ചുകൊണ്ട് മുകളിലത്തെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തൊഴുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് നമുക്ക് ആ സന്തോഷം നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് പിള്ളയും കൂട്ടി രാഘവൻ നായർ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ അതിൽ നിന്ന് മാല ഇങ്ങനെ എടുത്തിട്ട്
ശാലിനിക്ക് ഇങ്ങനെ നേരെ നീട്ടുകയാണ്. അന്നേരം ഈ കാഴ്ച അപ്പുറത്ത് ജനലിൻ്റെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് ശ്യാമ ഇങ്ങനെ നോക്കിയാണ്. അന്നേരം ശ്യാമയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. ഇത്രയും അങ്ങനെ ശാലിനി സന്തോഷത്തോടെ ഇത് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ശ്യാമയ്ക്ക് ആ ഒരു ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. ശ്യാമയ്ക്ക് വീണ്ടും ശാലിനിയോട് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രോഹിത്തിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് ഇന്നവിടെ വിഷ്ണുവോട് പറയുന്നത് കാണിച്ചില്ല. പിന്നെ ശാലിനിയും വിഷ്ണുവുമായിട്ടുള്ള ആ ഒരു സീനുകളൊന്നും കാണിച്ചിട്ടില്ല. എന്താകുന്നുള്ളത് നോക്കാം. അതേപോലെയാണ് ശാരദാമ്മ ഒരു വീട് ലോൺ വെച്ച് അവർ ഇതിന് പൈസ കൊടുക്കാൻ നോക്കുന്നതൊക്കെ. ഇതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.